ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വെളുത്തുള്ളിയുടെ ഗുണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ അടുക്കളയിലെ ഒരു പ്രധാനപ്പെട്ട ചേരുവയായ വെളുത്തുള്ളി കേവലം ഒരു മസാല എന്നതിലുപരി മികച്ചൊരു ഔഷധം കൂടിയാണ്. ആയുർവേദത്തിലും ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഇതിൻ്റെ ഗുണങ്ങൾ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പ്രധാന ഗുണങ്ങളും പാർശ്വഫലങ്ങളും ഞാൻ പറഞ്ഞുതരാം. വെളുത്തുള്ളിയുടെ ഔഷധ ഗുണങ്ങൾ: ഹൃദയാരോഗ്യം, രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ കുറക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നു. ഇത് രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ്. രോഗപ്രതിരോധ ശേഷി: ഇതിലടങ്ങിയിരിക്കുന്ന അലീസിൻ എന്ന ഘടകം ബാക്ടീരിയയെ, വൈറസ് എന്നിവയ്ക്കെതിരെ പോരാടാൻ ശരീരത്തെ സഹായിക്കുന്നു. ജലദോഷം, ചുമ എന്നിവയോ പ്രതിരോധിക്കാൻ ഇത് നല്ലതാണ്. ദഹനം, ഗ്യാസ് ട്രബിൾ, വയറുവേദന എന്നിവ കുറക്കാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നു. ഹൃദയാരോഗ്യത്തിന് മികച്ചതാണ്. വെളുത്തുള്ളി ഹൃദയത്തിൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് പറയാം. കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ LDL കുറക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന അലീസിൻ എന്ന ഘടകം രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ഉയർന്ന രക്തസമ്മർദ്ദം കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പനി, ജലദോഷം എന്നിവ തടയാൻ ഇത് നല്ലതാണ്. ഗ്യാസ് ട്രബിൾ, വയറുവീക്കം എന്നിവ കുറക്കാൻ വെളുത്തുള്ളി സഹായിക്കുന്നു. പ്രമേഹ നിയന്ത്രണം: രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ വെളുത്തുള്ളിക്ക് കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ആൻറ്റി ഓക്സിഡൻ്റ് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും കോശങ്ങളുടെ നാശം തടയാനും ഇത് സഹായിക്കുന്നു. വെളുത്തുള്ളി ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെങ്കിലും അമിതമായി ഉപയോഗിക്കുന്നത് ചിലരിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവ പ്രധാനമായും പറഞ്ഞുതരാം. അമിതമായി പച്ചവെളുത്തുള്ളി കഴിക്കുന്നത് വയറിൽ ഗ്യാസ്, അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ എന്നിവയ്ക്ക് കാരണമായേക്കാം. വയറിന് അസ്വസ്ഥതയുള്ളവരോ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവരോ ഇത് ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക. ശ്വാസത്തിലെയും ശരീരത്തിലെയും ദുർഗന്ധം: വെളുത്തുള്ളിയിലുള്ള സൾഫർ സംയുക്തങ്ങൾ ശ്വാസകോശത്തിലും വിയർപ്പിലും കഠിനമായ ദുർഗന്ധം ഉണ്ടാക്കാൻ കാരണമാകും. വെളുത്തുള്ളി കഴിക്കുന്നതിനു ശേഷം വായ കഴുകിയാലും ഈ ഗന്ധം കുറച്ചുനേരം നിലനിൽക്കാം. രക്തം കട്ടപിടിക്കുന്നത് സാവധാനത്തിലാക്കുന്നു: വെളുത്തുള്ളിക്ക് രക്തം കട്ടപിടിക്കുന്നത് തടയാനുള്ള കഴിവുണ്ട്. അതിനാൽ അടുത്തിടെ സർജറി നിശ്ചയിച്ചിട്ടുള്ളവർ വെളുത്തുള്ളി ഒഴിവാക്കണം. രക്തം കട്ടപിടിക്കാതിരിക്കാൻ മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വെളുത്തുള്ളി ഉപയോഗിക്കുക. ചർമ്മത്തിലെ അസ്വസ്ഥതകൾ: ചിലർ വെളുത്തുള്ളി നേരിട്ട് ചർമ്മത്തിൽ തേക്കാറുണ്ട്, ഉദാഹരണത്തിന് അരിമ്പാറ മാറ്റാൻ. എന്നാൽ വെളുത്തുള്ളിയിലെ ഘടകങ്ങൾ സെൻസിറ്റിവ്സ് ആയ ചർമ്മത്തിൽ തടിപ്പും പൊള്ളലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദം വല്ലാതെ കുറക്കുന്നു: ലോ ബ്ലഡ് പ്രഷർ, ലോ BP ഉള്ളവർ അമിതമായി വെളുത്തുള്ളി ഉപയോഗിച്ചാൽ രക്തസമ്മർദ്ദം വീണ്ടും താഴാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സാധാരണ ഭക്ഷണത്തിൽ ചേർക്കുന്ന അളവിൽ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. എന്നാൽ മരുന്നിൻ്റെ രൂപത്തിലോ പച്ചക്കോ വൻതോതിൽ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ ഉപദേശം തേടുന്നത് നല്ലതാണ്. ഗ്യാസ് ട്രബിൾ ഉള്ളവർ വെളുത്തുള്ളി കഴിക്കുമ്പോൾ വയറിൽ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത് പച്ചക്ക് കഴിക്കാതെ പാലിലോ വെള്ളത്തിലോ ഇട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുക. ഗർഭിണികൾ വെളുത്തുള്ളി അമിതമായി ഔഷധ രൂപത്തിൽ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് BP രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പച്ച വെളുത്തുള്ളി നേരിട്ട് കഴിക്കുന്നത് ഗുണകരമാണ്. ഉപയോഗിക്കേണ്ട രീതി: ദിവസവും രാവിലെ ഒരു അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ച് വെള്ളത്തോടൊപ്പം വിഴുങ്ങുക. വെളുത്തുള്ളി ചതച്ച് 10 മിനിറ്റ് വെച്ച ശേഷം കഴിക്കുന്നത് ഇതിലെ അലീസിൻ എന്ന ഘടകം കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും. തീർച്ചയായും വെളുത്തുള്ളി ഉപയോഗിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ലളിതമായ ചില പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് പ്രധാനമായും അമിതഭാരം കുറക്കുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനുമാണ് സഹായിക്കുന്നത്. അമിതഭാരം കുറക്കാൻ വെളുത്തുള്ളിയും തേനും ചേർന്ന മിശ്രിതം ശരീരത്തിലെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. തയ്യാറാക്കുന്ന വിധം: 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി ചതക്കുക.
ഇത് 1 ടേബിൾ സ്പൂൺ ശുദ്ധമായ തേനിൽ കലർത്തുക. ഉപയോഗിക്കേണ്ട രീതി: രാവിലെ വെറും വയറ്റിൽ ഈ മിശ്രിതം കഴിക്കുക. പതിവായി ചെയ്യുന്നത് അമിതവണ്ണം കുറക്കാൻ സഹായിക്കും. കൊളസ്ട്രോൾ കുറക്കാൻ വെളുത്തുള്ളിപ്പാൽ. ആയുർവേദത്തിൽ ഏറെ ഗുണകരമായി പറയുന്ന ഒന്നാണ് ലശുനാശീരാപാകം അഥവാ വെളുത്തുള്ളിപ്പാൽ. തയ്യാറാക്കുന്ന വിധം: 4-5 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുക്കുക. ഇത് 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ ഇട്ട് നന്നായി തിളപ്പിച്ച് വെള്ളം വറ്റി പാൽ മാത്രമാകുന്നതുവരെ തിളപ്പിക്കണം. ഉപയോഗിക്കേണ്ട രീതി: രാത്രി ഭക്ഷണത്തിന് ശേഷം ഇത് കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സന്ധിവാതം പോലുള്ള വേദനകൾ കുറക്കാനും സഹായിക്കും. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് BP രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പച്ചവെളുത്തുള്ളി നേരിട്ട് കഴിക്കുന്നത് ഗുണകരമാണ്. വെളുത്തുള്ളി അമിതമായി കഴിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൂടുതലായി കഴിക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി നിങ്ങളുടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.